ഞെട്ടിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ കണ്ട് എന്താണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയുന്നില്ല. നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം പിന്നെ നടിയുടെ കാര്യത്തിൽ, നടി എന്നല്ലേ പറയാൻ പാടുള്ളൂ, പേര് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നടിയുടെ കാര്യത്തിൽ നമ്മൾ ഞെട്ടി. ഈ ഞെട്ടലിനെ തുടർന്നിട്ട് സിനിമാ രംഗത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞെട്ടിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മളെ പൊതുജനങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഇനി സർക്കാർ എന്ത് നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇമാതിരി കേസുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരുപാട് കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നടപടിയെടുക്കും അല്ലെങ്കിൽ മലമറിക്കുന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ കണ്ട് ഒരു നടപടിയും എടുത്തതായിട്ട്, അല്ലെങ്കിൽ എടുക്കുന്നുവെങ്കിൽ തന്നെ വളരെ എഴഞ്ഞ് വലിഞ്ഞ് സാവകാശം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള നടപടികളൊന്നും കൈക്കൊണ്ടതായിട്ട് കാണുന്നില്ല. അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം തുറന്നു കാട്ടി എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിലെ പല പ്രമുഖരടക്കം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പ്രമുഖരൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളുടെ പോലും പേര് പുറത്തു വരികയോ അതല്ലെങ്കിൽ ഒരാൾ ചെയ്ത കുറ്റകൃത്യം വെളിവാക്കപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തീരെ ഇല്ല. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലൊരു റിപ്പോർട്ട് അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ, ഈ ആകാശത്തിലെ താരങ്ങൾക്ക് തിളക്കമില്ല എന്ന് പറയുന്ന വാചകം തന്നെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്, നടപടികൾ എടുക്കേണ്ടത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്. ഒന്ന്, ഉറപ്പ്, സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ നമുക്കുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു ചോദ്യം. സിനിമാ രംഗത്ത് അത് പാലിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഒരു മദ്യ കച്ചവടം പോലെ തന്നെ സിനിമയും വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് സർക്കാരും വളരെ സൂക്ഷിച്ചു മാത്രമാണ് ഇതിൽ ഇടപെടുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. പിന്നെ ഉള്ളത് നിരന്തരമായ ഒരു സമരം ആണ്. ആ നിരന്തര സമരത്തിന് എത്ര പേരെ സിനിമാ രംഗത്ത് നിന്ന് ഈ വെളിപ്പെടുത്തിയ സ്ത്രീകളെ തന്നെയും കിട്ടാൻ പോകുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ WCCയുടെ ചരിത്രം പരിശോധിച്ചാൽ ആ തുടക്കത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നവർ പോലും പലരും ഇല്ല, WCCയിലില്ല. തന്നെയുമല്ല, അതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ളൊരു പിന്തുണ അവർക്ക് സമൂഹം കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചാൽ തന്നെ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ തന്നെ പ്രകോപിതരായിട്ട് പറയുന്ന ആളുകൾ തന്നെയും ഈ പെൺകുട്ടികളെ സംരക്ഷിച്ച് നിർത്തുന്ന വിധത്തിൽ WCC എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിന് ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു പിന്തുണ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ മുമ്പുണ്ടായിരുന്നതാണ്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വളരെ പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്നപ്പോൾ നിശബ്ദരായിട്ട് അവർ അനുഭവിച്ചു പോന്നിരുന്ന ചൂഷണങ്ങളാണ് ഈ വെളിപ്പെടുത്തപ്പെട്ടുള്ളത്. ഇപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതികൾ ഇതിനൊരു തൊഴിലായി കണ്ടുകൊണ്ട്, വളരെ മാന്യമായൊരു തൊഴിലായി കണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും പുരുഷാധിപത്യവും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ അതിനെ ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കി അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അവരോടൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നാൽ ശക്തമായിട്ട് ഒരുപക്ഷെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം. മറ്റേത് തൊഴിലിടങ്ങളും പോലെ സ്ത്രീ സുരക്ഷ, സ്ത്രീ പദവി അംഗീകരിക്കപ്പെടുക തന്നെ വേണം. അതെ. സിനിമാ രംഗത്ത് ഏത് തൊഴിൽ പോലെ ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അധ്യാപികമാരായാലോ ഡോക്ടർമാരായാലോ എഞ്ചിനീയർ, ഈവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആയാൽ പോലും അതിൻ്റേതായ തൊഴിലിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് പ്രവൃത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തൊഴിലിടങ്ങളിലെ അന്തസ്സ്, സുരക്ഷിതത്വം, അഭിമാനം ഇതൊക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ, തൊഴിലെടുക്കാൻ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് സാധിക്കണം. കാരണം ഇവിടുത്തെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണിത്. അവിടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അവിടേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അപമാനഭരിതമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ല സർക്കാരിനെ യോജിച്ചൊരു